അത്രമേൽ അധ്വാനം എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. അത് നമ്മൾ മുന്നിൽ കാണുന്ന ആളുകളല്ലേ, അതിന്റെ പിന്നിലേക്ക് നോക്കുമ്പോൾ എത്രയോ ആൾക്കാർ, ടെക്നീഷ്യന്മാര് ആ കോവിഡ് കാലം മുഴുവൻ അവിടെ കിടന്ന് ഈ ചൂടത്തും മഴയത്തും ഒക്കെ മരുഭൂമിയിൽ നിന്നുകൊണ്ടൊക്കെയാണ് ആ പണിയെടുത്തത്. അതിനൊരു മൂല്യം കൽപ്പിക്കുക എന്നത് വളരെ ഞങ്ങൾ താല്പര്യപ്പെട്ട ഒരു കാര്യമാണ്, ആഗ്രഹിച്ച ഒരു കാര്യമാണ്. നടക്കാതെ വലിയ സങ്കടമുണ്ട്. സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത് മറ്റു ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ പുരസ്കാരം കിട്ടിയ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. വൈകാരികമായ നിമിഷത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നിങ്ങൾ ഒരു തരി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ബെന്യാമിനും അത്രയും കരഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ അർത്ഥം. ബാംഗ്ലൂരിൽ നിന്ന് IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒന്നിച്ച് എനിക്കൊരു ഇമെയിൽ അയച്ചു. ഒന്ന് ഈ 2008-2009 കാലത്തിലാണ്. നമസ്കാരം, പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ ബെന്യാമിൻ ആണ് എൻ്റെ കൂടെയുള്ളത്. സ്വാഗതം സാർ. നമസ്കാരം. എന്തൊക്കെയാണ് സാർ വിശേഷങ്ങൾ? പതിവുകൾ പോകുന്നു. എഴുത്ത്, ജീവിതം, യാത്ര, അങ്ങനെ തിരക്കുകളിൽ നിറഞ്ഞ് പോകുന്നു. ജീവിതം ബോറടി ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി വായന ഒരു പ്രധാന മാർഗമായി സ്വീകരിക്കുന്നു. വായനയുടെ ഇടവേളകളിൽ കിട്ടുന്ന സർഗാത്മക നിമിഷം തോന്നുന്ന നിമിഷങ്ങളിൽ കുറച്ച് എഴുതുന്നു. കഴിയാവുന്നത്ര യാത്ര ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പിന്നീട് ഇതുപോലെയുള്ള സാംസ്കാരിക സമ്മേളനങ്ങളിൽ ഒക്കെ പങ്കെടുക്കുന്നു. ഇങ്ങനെ പോകുന്നു. അതാണ് ഇപ്പോഴത്തെ ഒരു പതിവ് ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം. ശരിയാണ്. ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, സാറിൻ്റെ പുസ്തകങ്ങളിലൂടെ ആണെങ്കിലും ഇൻ്റർവ്യൂസ് കണ്ടിട്ടാണെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു അവാർഡിനേക്കാളും അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ ദൂരെ നിന്ന് അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോഴത്തേക്കും ഓടി വന്നിട്ട് ബെന്യാമിൻ അല്ലേ എന്ന് പറഞ്ഞ് കയ്യിൽ ചേർത്ത് പിടിക്കുന്നതിനോളം വരില്ല മറ്റൊരു അവാർഡൊന്ന് പറഞ്ഞിട്ടുണ്ട്. അവാർഡുകളൊക്കെ സത്യത്തിൽ വളരെ കുറച്ച് ആൾക്കാരുടെ ഒരു നേരത്തെ ഒരു കൂട്ടായ തീരുമാനത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അതേ അവാർഡ് കമ്മിറ്റിക്ക് പകരം വേറെ 3 പേരാണ് അല്ലെങ്കിൽ വേറെ 4 പേരാണ് അതേ കമ്മിറ്റിയിലുണ്ടെങ്കിൽ വേറൊരു പുസ്തകവും വേറൊരു അഭിരുചിയുമായിരിക്കും. പക്ഷേ വായനക്കാരിൽ നിന്ന് കിട്ടുന്ന ഇത്തരം സ്നേഹങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അവർ വളരെ അജ്ഞാതരായി നിൽക്കുന്നവരാണ്. എപ്പോഴെങ്കിലും ഇതുപോലെ എവിടെ വെച്ചെങ്കിലും കാണുമ്പോഴായിരിക്കും അവരുടെ മുഖം വെളിപ്പെടുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ പുസ്തകങ്ങൾ വിറ്റുപോകുന്നു, വായിക്കപ്പെടുന്നു എന്നൊക്കെ പറയും. ഇപ്പോൾ ആരാണ് ഇത് വായിക്കുന്നത്, ആരാണ് ആ വായനക്കാർ എന്ന് അറിയാനുള്ളൊരു വലിയ കൗതുകമുണ്ട്. ഇത്തരത്തിൽ ആൾക്കാർ അടുത്ത് വന്ന് സ്നേഹം പ്രകടിക്കുമ്പോൾ, അവരുടെ ജീവിതത്തെ സാഹിത്യം എങ്ങനെ സ്വാധീനിച്ചു എന്ന് പറയുമ്പോൾ, അവരുടെ ജീവിതം മാറ്റി തീർക്കാൻ സാഹിത്യം അങ്ങനെ സഹായിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് വലിയൊരു സന്തോഷമുണ്ടാവുകയും നമ്മൾ ഏകാന്തമായ മുറിയിലിരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തി സമൂഹത്തിൽ വളരെ കുറച്ചു പേരുടെയെങ്കിലും ഹൃദയത്തിൽ എത്തപ്പെടാനും അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാനും അവർക്ക് സ്വാതന്ത്ര്യമാവാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട് എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും, എന്താണ് സ്വതുമാരി പറയുന്ന പോലെ എന്താണ് വ്യർത്ഥമല്ല ഈ ജീവിതം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, സഹചാരി ഞാൻ നിനക്കായി പാടുമ്പോൾ എന്ന് പറയുന്ന ഒരു സാധനം. അതായത് മറ്റൊരാൾ അത് ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന ഒന്നിലേക്ക് നമ്മൾ എത്തുന്നു എന്ന ചില അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത് പുരസ്കാരങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടമാണ് എന്നതിൽ പോലും അതിനേക്കാൾ വലുതാണ് ഓരോ വായനക്കാരിൽ നിന്നും കിട്ടുന്ന സ്നേഹമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ഏറെ കാത്തിരിപ്പോടെ വന്ന ഒരു സിനിമയുണ്ട്, ആടുജീവിതം എന്ന സിനിമ. അപ്പോൾ സാറ് പറഞ്ഞു 2008 മുതൽ തുടങ്ങിയ ഒരു കാത്തിരിപ്പാണ്. നിങ്ങൾ ഇപ്പോഴായിരിക്കും ഈ സിനിമയുടെ അനൗൺസ്മെൻറ്റിന് ശേഷമായിരിക്കും പ്രേക്ഷകർ അതേക്കുറിച്ച് കാത്തിരിക്കുന്നത്. ആരൊക്കെ അഭിനയിക്കുന്നു എന്നുള്ളത്, എവിടെയൊക്കെ ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളത്, നജീബായി ആരാണ് എത്തുന്നത് എന്നുള്ള ഒരു കാത്തിരിപ്പുണ്ട്. പക്ഷേ ഇതിനൊക്കെ ശേഷം ഏറ്റവും ഭംഗിയായിട്ട് അത്രയും ആളുകളുടെ ഒരു കഷ്ടപ്പാടിലൂടെ അവരൊരു സിനിമ നെയ്തെടുക്കുന്നു. നോവലിനോളം ഒരു ഭംഗി നമുക്ക് തോന്നുന്നു. അങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു വിഭാഗവും നമ്മുടെ ഇടയിലുണ്ട്. അവാർഡിന് പരിഗണിക്കപ്പെടാതെ പോകുമ്പോഴുണ്ടാകുന്ന ഒരു വിഷമം ഏതൊരു സിനിമാക്കാരൻ്റെയും, സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടുള്ളൊരു സന്ദർഭമായിരുന്നു അത്. എന്താണ് സാർ അതിനോട് എന്താ പറയാനുള്ളത്? മുമ്പേ പറഞ്ഞതുപോലെ ഓരോ ജൂറിയുടെയും തീരുമാനമാണ്. ജൂറിയെ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ പിന്നെ അവാർഡിന് കൃതികളാണെങ്കിലും സിനിമകളായെങ്കിലും അയക്കേണ്ടതില്ല എന്നാണ്. നമുക്ക് അതിന് മുകളിൽ ആശകളുണ്ടെങ്കിൽ അത് നിശ്ചയമായിട്ടും അവരുടെ തീരുമാനത്തെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ആ തീരുമാനം പലപ്പോഴും മറ്റു ചില
മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് നിരാശ ഉണ്ടാകുന്നത്. സിനിമ മോശമാണ്, അല്ലെങ്കിൽ അഭിനയം മോശമാണ്, നിങ്ങളുടെ കഥ മോശമാണ്, നിങ്ങളുടെ നോവൽ മോശമാണ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നതാണ്. പക്ഷേ പലപ്പോഴും ഈ പുതിയ ഇന്ത്യൻ സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത് മറ്റു ചില മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണ് എന്ന് നമ്മൾ പുരസ്കാരം കിട്ടിയ ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൽ വലിയ നിരാശയുണ്ട്. കാരണം അത്രമേൽ അധ്വാനം എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ആടുജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെ ക്രൂ മുഴുവൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്നറിയാം. കോവിഡ് കാലത്ത് അവിടെ ചെന്ന് കുടുങ്ങിപ്പോയതിൻ്റേത്, പൃഥ്വിരാജ് എത്രയോ കഠിനാധ്വാനം എടുത്തതിൻ്റെ ഒക്കെ ഉണ്ട്. ബ്ലെസ്സി സാറിൻ്റെ 10-14 വർഷത്തെ അധ്വാനം. അത് നമ്മൾ മുന്നിൽ കാണുന്ന ആളുകളല്ലേ, അതിൻ്റെ പിന്നിലേക്ക് നോക്കുമ്പോൾ എത്രയോ ആൾക്കാർ, ടെക്നീഷ്യന്മാർ ആ കോവിഡ് കാലം മുഴുവൻ അവിടെ കിടന്ന് ഈ ചൂടത്തും മഴയത്തും ഒക്കെ മരുഭൂമിയിൽ നിന്നുകൊണ്ടൊക്കെയാണ് ആ പണിയെടുത്തത്. അതിനൊരു മൂല്യം കൽപ്പിക്കുക എന്നത് വളരെ ഞങ്ങൾ താല്പര്യപ്പെട്ട ഒരു കാര്യമാണ്, ആഗ്രഹിച്ച ഒരു കാര്യമാണ്. നടക്കാതെ പോയി വലിയ സങ്കടമുണ്ട്. പക്ഷെ മനസ്സുകളിൽ ആ സിനിമ എന്നും പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നു. ഇപ്പം OTT വന്നതോടുകൂടി ലോകത്തെമ്പാടുമുള്ള എത്രയോ അധികം രാജ്യങ്ങളിൽ നിന്നാണ് നമുക്ക് പ്രതികരണങ്ങൾ വരികയും അതിനോട് അനുകൂലമായി ഇതുണ്ടാവുകയും ചർച്ചകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്. ധാരാളം രാജ്യങ്ങളിൽ അത് ദീർഘകാലത്തേക്ക് ഈ OTTയുടെ ചാനലിൽ 1-ാം നമ്പർ സ്ഥാനം കൈയടക്കി ധാരാളം ആൾക്കാരിൽ എത്തിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യമായിട്ടാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ആടുജീവിതം സാറിൻ്റേതായിട്ട് ആദ്യമായിട്ട് വായിക്കുന്ന പുസ്തകമാണ് ആടുജീവിതം എന്നുള്ളത്. അതിനുശേഷം വായിച്ച പുസ്തകം മഞ്ഞവെയിൽ മരണങ്ങൾ എന്ന പുസ്തകം. ക്രിസ്റ്റി എവിടെ പോയി എന്നുള്ളൊരു സങ്കടത്തിലിരിക്കുന്ന സമയത്ത് പിന്നെ മാന്തളരിൻ്റെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ വായിച്ചു. പോസ്റ്റ്മാനാണ് ലാസ്റ്റ് വായിച്ചത്, ചെറുകഥ. അതൊരെണ്ണമാണ് ഇപ്പോൾ മനസ്സിലുള്ളത്. ഈ ആടുജീവിതം ആദ്യം വായിച്ച സമയത്ത് എൻ്റെ മനസ്സിൽ അതിൻ്റെ ആ ഒരു ബുക്കിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുള്ള ബ്ലർബിൽ സാറിൻ്റെ ഒരു നീല ഷർട്ട് ഇട്ടിട്ടുള്ള ഒരു പടം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ നജീബ് സാറ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ പേജ് വായിക്കുമ്പോഴും ഈ ആളാണ് എന്നുള്ള രീതിയിലാണ് വായിച്ചു വന്നത്. അതിനുശേഷം സിനിമ കണ്ടപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്തൊരു കൺഫ്യൂഷൻ. എനിക്ക് എന്നെ തന്നെ ഒന്ന് സമാധാനിപ്പിക്കേണ്ടി വന്നു. ഇതല്ല ഇനിയിപ്പോൾ പൃഥ്വിരാജ് ആണ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ല. വായനയോടൊരു ഇഷ്ടം കൂടുതൽ കൊണ്ടാവണം അങ്ങനെ. അപ്പോൾ ആടുജീവിതം വായിച്ച് കരഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. സാറ് വായിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ഇമോഷൻസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. ഈ സിനിമയും വായനയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അതാണ്. അതായത് സിനിമ കാണുമ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കഥാപാത്രങ്ങളുടെ മുഖം കാണുന്നു, അത് നമ്മുടെ മുമ്പിൽ രജിസ്റ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ കഥാപ്രതലം, സ്ഥലങ്ങൾ നമ്മുടെ മുമ്പിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയാണ്. പക്ഷേ വായനയിലാകുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഭാവനയിലാണ് സൃഷ്ടിക്കുന്നത്. ഓരോ വായനക്കാരനും അവനവന് ഇഷ്ടമുള്ള രീതിയിൽ, അവൻ സങ്കല്പിക്കുന്ന രീതിയിൽ കഥാപാത്രങ്ങളെയും കഥാപാത്രങ്ങളുടെ രൂപവും ഭാവവും ആ ഭൂപ്രദേശവും ഒക്കെ സങ്കല്പിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. അതാണ് വായനയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മളൊരു ക്രിയേറ്റീവ് പാർട്ണറാണ് വായനയിൽ. സിനിമയിലും മറ്റ് കലാരൂപങ്ങളിലും നമ്മൾ വെറും പ്രേക്ഷകൻ എന്ന നിലയിൽ പരോക്ഷമായി നോക്കിക്കണ്ട് ആസ്വദിക്കുന്നതാണെങ്കിൽ, വായനയിൽ നമ്മളൊരു ക്രിയേറ്റീവ് പാർട്ട്ണറായി നിന്നിട്ട് നമ്മളുടെ കൂടി സങ്കല്പത്തിലാണ് അത് വിരിയുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് ചിലപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ ചിലരൊക്കെ സിനിമ കണ്ടിട്ട് സിനിമ ഇഷ്ടപ്പെട്ടില്ല, പുസ്തകമാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ഭാവനയായിരുന്നു ഈ സിനിമയിൽ കാണുന്നതിനേക്കാൾ വലിയ രൂപം എന്നുള്ളത്. ഞാൻ ആദ്യത്തെ ദിവസം ആദ്യ ഷോ കണ്ടു കേട്ടോ. എന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോഴത്തേക്കും ആള് പറഞ്ഞത് എനിക്കിത് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ആടുജീവിതം എന്നുള്ളത് പിന്നെ ബെന്യാമിൻ എഴുതിയിട്ടുള്ള ആ ഒരു ഇതിൽ വായിച്ച് കാണാനും എപ്പോഴും വീണ്ടും വീണ്ടും വായിക്കാനും അങ്ങനെ ഒരു ആ ഒരു ഇമാജിനറി ലോകത്തിലിരിക്കാനുമാണ് എനിക്കിഷ്ടം. ഇനി ഞാൻ സിനിമ കാണില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിൽ വായനയോടുകൂടി താല്പര്യമുള്ള സിനിമ കാണാതിരുന്ന ധാരാളം ആൾക്കാരുമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് വായനയ്ക്ക് പുറത്തു നിൽക്കുന്ന വലിയൊരു സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സിനിമയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. വായന എന്തൊക്കെ പറഞ്ഞാലും പരിമിതമായൊരു സമൂഹത്തിനുള്ളിൽ നിൽക്കുന്നതാണെങ്കിൽ സിനിമ വൈഡ് ഓഡിയൻസിന് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ വൈകാരികമായ നിമിഷത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും കഥാകാരനാണ് എങ്കിൽ പോലും, എഴുതുന്ന ആളാണെങ്കിൽ പോലും ആ വൈകാരിക മുഹൂർത്തങ്ങൾ അതുപോലെ മനസ്സിലാവുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതിനെ നമുക്ക് അക്ഷരങ്ങളിലേക്ക് പകർത്തി വെക്കാൻ. നമുക്കൊരു പരോക്ഷമായ കാഴ്ചക്കാരൻ എന്ന നിലയിൽ ഒരു കൃതിയെ അല്ലെങ്കിൽ ഒരു കഥാപാത്രത്തെയൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക്
ഒട്ടും വൈകാരികമായ നിമിഷമുണ്ടാകില്ല, വായനക്കാരിൽ വൈകാരികമായ മുഹൂർത്തങ്ങൾ ഉണ്ടാക്കാനും കഴിയില്ല. നമ്മൾ അനുഭവിക്കുന്ന തീഷ്ണതയുടെ, നമ്മൾ അനുഭവിക്കുന്ന സങ്കടത്തിൻ്റെ, നമ്മൾ അനുഭവിക്കുന്ന യാതനയുടെ ഒരു 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 പ്രതിഫലനമാണ് യഥാർത്ഥത്തിൽ അക്ഷരങ്ങളിലൂടെ വായനക്കാരിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ വായനക്കാരനും അത് ഓർത്ത് വായിച്ച് കരഞ്ഞിട്ടുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും എഴുത്തുകാരന് അതിനോളം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കരഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്നുള്ളതാണ്. അപ്പം നജീബിൻ്റെ ജീവിതം വേറെ ആരുടെയോ അകലെ നിന്നൊരു ജീവിതം നോക്കിക്കാണുന്നതിനേക്കാൾ ഉപരിയായി നജീബിൻ്റെ ജീവിതം എൻ്റേത് കൂടിയാണ്, ഞാനായിരുന്നു ഈ കഥാസന്ദർഭങ്ങളിലൂടെയൊക്കെ കടന്നു പോയിരുന്നെങ്കിൽ എന്തുമാത്രം വേദന അനുഭവിക്കുമായിരുന്നു, സങ്കടപ്പെടുമായിരുന്നു എന്ന് സ്വയം ഉള്ളിൽ നീറിയാണ് ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോഴാണ് ആ കഥാപാത്രത്തിന് മിഴിവുണ്ടാവുക എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അഭിനേതാക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. അഭിനേതാവിന് അറിയാം ഇത് എൻ്റെ ജീവിതമല്ല, ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ നിന്ന് മാറി അടുത്തടുത്ത് പോയാൽ ഉടനെ തന്നെ AC റൂമിലേക്കാണ് പോകുന്നത്, എൻ്റെ ജീവിതം മറ്റൊന്നാണെന്നറിയാം. പക്ഷേ കഥാപാത്രമാവുന്ന ആ നിമിഷത്തിൽ അയാൾ അനുഭവിക്കുകയാണ്, ഞാൻ ഈ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഇത് എൻ്റെ തന്നെ അനുഭവമാണെന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് പ്രേക്ഷകനിൽ ഒരു വലിയ എന്താണ് അനുഭവമായി മാറുന്നത്. ഇത് എഴുത്തിലും ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം നിങ്ങൾ ഒരു തരി കരഞ്ഞിട്ടുണ്ടെങ്കിൽ ബെന്യാമിനും അത്രയും കരഞ്ഞിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്ന് ഇപ്പോൾ ആ ഒരു ക്യാരക്ടറായി മാറാനായിട്ട് ആ നടൻ എടുക്കുന്ന ഒരു എന്താ പറയുക ഒരു പിന്നെ എഫേർട്ട് ഉണ്ട് തീർച്ചയായിട്ടും. അതുപോലെ തന്നെയല്ലേ ഓരോ വായനക്കാരനും ഈ പരകായ പ്രവേശം നടത്തുന്ന ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മാജിക്കലാണത്. അത് നമ്മൾ മനസ്സുകൊണ്ട് ആ കഥാപാത്രത്തിനൊപ്പം നടക്കുകയും ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് ഈ കഥാപാത്രവും ഞാനും ഒന്നാണെന്ന് തോന്നുകയും ചെയ്യുമ്പോഴാണ് ഒരു വായന നമുക്ക് ഹൃദ്യമാവുന്നത്. അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ പരോക്ഷമായി വായിച്ച് നമ്മളിങ്ങനെ അങ്ങ് കടന്നു പോകത്തേ ഉള്ളൂ. ഏതൊരു ഘട്ടത്തിൽ വെച്ച് ഇതെൻ്റെ കൂടി ജീവിതമാണ്, ഇത് ഞാൻ കൂടി അനുഭവിക്കുന്നതാണ് എന്നൊരു തോന്നലുണ്ട്. ഇപ്പം ആടുജീവിതം മരുഭൂമിയിൽ ജീവിച്ച, മസറയിൽ ജീവിച്ച നജീബിനെ കുറിച്ചാണ് എങ്കിൽ പോലും ധാരാളം കത്തുകൾ കിട്ടുമ്പോൾ എനിക്ക് പലപ്പോഴും കൗതുകം തോന്നാറുണ്ട്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരിക്കൽ ബാംഗ്ലൂരിൽ നിന്ന് IT മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒന്നിച്ച് എനിക്കൊരു ഇമെയിൽ അയച്ചു. അന്ന് ഈ 2008-2009 കാലത്തിലാണ്. അപ്പോൾ അന്ന് ഇമെയിൽ വഴിയാണ് ബന്ധപ്പെടുന്നത്. അപ്പോൾ ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, സാർ ആടുജീവിതം വായിച്ചു, ഇത് ഞങ്ങളുടെ കൂടി കഥയാണ്. അവർ IT മേഖലയിൽ AC റൂമിൽ ഫ്ലോറിലിരുന്ന് സുഖമായി ജോലി ചെയ്യുന്നത്. എങ്കിൽ പോലും അവർ പറയുന്നത് ഇത് ഞങ്ങളുടെ കൂടി കഥയാണ്, ഞങ്ങളാണ് ഇവിടുത്തെ ആടുകൾ, ഞങ്ങളുടെ മാനേജരാണ്, ഞങ്ങളുടെ അർബാബ്, ഞങ്ങളുടെ ഓഫീസാണ് ഈ മസ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഏതോ ഒരു ഘട്ടത്തിൽ, ഏതോ ഒരു നിമിഷത്തിൽ താനും ഇത്തരത്തിലുള്ള ഏകാന്തത അനുഭവിച്ചിട്ടുണ്ട്, താനും ഇത്തരത്തിലുള്ള മേലധികാരികളുടെ ക്രൂരതകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, തനിക്കും ഏകാന്തതയുണ്ട്, ഒറ്റപ്പെടലുണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഓരോ വായനക്കാരനും തോന്നുന്ന ഒരു ഘട്ടത്തിൽ വെച്ചാണ് പുസ്തകം നമുക്ക് പ്രിയപ്പെട്ടതാകുന്നത്. അല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യൻ എവിടെയോ അനുഭവിച്ച ഒന്നായി തോന്നും എന്നുള്ളതാണ്. അപ്പോൾ പലതരത്തിലുള്ള സങ്കടങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ തൊടാൻ ആ പുസ്തകത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും തൊടാനും നമുക്കൊപ്പം വേദന അനുഭവിക്കുന്നവരുണ്ടല്ലോ, അതിനേക്കാൾ വേദന അനുഭവിക്കുന്നവരുണ്ടല്ലോ എന്ന ആലോചനയിൽ ചെറിയൊരു സമാധാനം കണ്ടെത്താനും മനുഷ്യർക്ക് സാധിച്ചു എന്നുള്ളതാണ് ആടുജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു. തീർച്ചയായിട്ടും മലയാളി അതുവരെ ആടുജീവിതം വരുന്നത് വരെ പലപ്പോഴും വിചാരിച്ചിരുന്നത്, ഓരോ മലയാളിയും വിചാരിച്ചിരുന്നത് താനാണ് ജീവിതത്തിൽ ഏറ്റവും സങ്കടം അനുഭവിക്കുന്ന ആൾ, എന്നേക്കാൾ സങ്കടം അനുഭവിക്കുന്ന നമ്മളാണ് തോൽവി എന്ന് വിചാരിച്ചിരുന്ന ഇടത്ത് നിന്ന് ആടുജീവിതം വായിക്കുമ്പോഴാണ് ഒരു വെളിപാട് പോലെ മലയാളിക്ക് മനസ്സിലാവുന്നത് നമ്മളെക്കാൾ സങ്കടം അനുഭവിക്കുന്ന ധാരാളം മനുഷ്യർ ഈ ഭൂമിയിലുണ്ട് എന്നും അവരും ഇതിനെയൊക്കെ അതിജീവിച്ചാണ് കടന്നു വന്നത് എന്നും പ്രത്യാശപരമായ ഒരു ജീവിതം മുന്നോട്ട് വെക്കേണ്ടതുണ്ട് എന്നും. ആടുജീവിതം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയം അതാണെന്നാണ് ഞാൻ പറയുന്നത്. അത് സങ്കടം പറയുന്നു, പ്രയാസം പറയുന്നു, ഏകാന്തതയെക്കുറിച്ച് പറയുന്നു എന്നതിനേക്കാൾ ഉപരിയായി പ്രത്യാശയോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത്, നാളെ എനിക്കും ഒരു നല്ല ദിവസം വരും, ഈ സങ്കടങ്ങളൊക്കെ മായും തീക്കാറ്റും മാറും, ഇതിൽ നിന്ന് അതിജീവിച്ച് ഞാൻ അപ്പുറത്ത് പോവുകയും അതുവരെ ഞാൻ എൻ്റെ ജീവനെ കരുത്തോടുകൂടി പിടിച്ചു നിന്ന് മുന്നോട്ട് പോവുകയും വേണം എന്ന് പറയുന്ന പ്രത്യാശയുടേതായ ഒരു വലിയ ആശയമാണ് ജീവിതം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതാണ് കൂടുതൽ പേരെ ആകർഷിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എല്ലാവർക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെയുണ്ട്. അതിനെ എങ്ങനെ നേരിടുമെന്ന് മിഴിച്ചിരിക്കുമ്പോഴാണ് ഇതുപോലെ ഒരു കഥാപാത്രം അവരുടെ മുമ്പിൽ വന്നിട്ട് ജീവിതം തീർന്നു, അവസാനിച്ചു, ഇനി മടക്കമേയില്ല എന്ന് വിചാരിച്ച ഒരിടത്ത് നിന്ന് ആരോ ഒരാൾ
അജ്ഞാതനായ ഒരാൾ വന്നിട്ട് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ നമ്മുടെ പ്രതീക്ഷയോടുകൂടി പിടിച്ചു നിന്നാൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അജ്ഞാതനായ ഒരു മനുഷ്യൻ വന്ന് നമ്മളെ കൈയുയർത്തി പിടിച്ചുകൊണ്ട് പോകും എന്ന് പറയുന്ന വലിയൊരു ആശയമാണ് അത് മുന്നോട്ട് പോകുന്നത്. അതാണ് ഒരുപക്ഷെ ആടുജീവിതത്തിനെ കൂടുതൽ പ്രിയങ്കരമാക്കിയിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ കാത്തിരിക്കേണ്ടതും ആ അത്ഭുതം മനുഷ്യന് വേണ്ടിയിട്ടാണ് അല്ലേ? ഇപ്പോൾ സാറിൻ്റെ പുസ്തകങ്ങൾ പറയുമ്പോഴത്തേക്കും പിന്നെ ഈ ഒരു കാലത്തേതായതുകൊണ്ട് ഞാൻ പറയുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത് ഫഹദ് ഫാസിൽ ചെയ്യുന്ന കഥാപാത്രങ്ങൾ പോലെയാണ്. ഓരോ പുസ്തകങ്ങളും ഡിഫറെൻ്റ് ആണ്. പിന്നെ നജീബിൻ്റെ കഥ വായിച്ച് കേണ് കരഞ്ഞിരിക്കുന്ന ഒരാളുടെ മുന്നിലേക്ക് സാറ് വെക്കുന്നത് പിന്നെ മഞ്ഞവെയിൽ മരണങ്ങൾ പോലൊരു കൃതിയാണ്. ശേഷം വന്നിട്ടുള്ള ഓരോ പിന്നെ കഥകൾ നോക്കുകയാണെങ്കിൽ, നോവലുകൾ നോക്കുകയാണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള നോവലുകളാണ്. വളരെയധികം പരീക്ഷണാത്മകമായിട്ടുള്ള തരകൻസ് ഗ്രന്ഥവരി പോലെയുള്ള പുസ്തകങ്ങൾ നമുക്ക് തന്നു. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ഓരോ തീമുകൾ, പരീക്ഷണങ്ങൾ, എക്സ്പെരിമെൻ്റ്, ഇതൊക്കെ ചെയ്യാനായിട്ടൊരു ധൈര്യം വേണ്ടേ സർ? അല്ല, ഒന്ന് ഞാൻ നോവൽ എഴുതുന്നത്, കഥ എഴുതുന്നത് ബേസിക്കലി എന്നെ ആഹ്ലാദിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. ബേസിക്കലി ഈ കഥ എഴുത്തിൽ, ഈ പ്രോസസ്സിൽ, ഈ അനുഭവങ്ങളിലൊക്കെ ഞാൻ ബേസിക്കലി എൻ്റെ ആത്മാവ് കൊണ്ട് ഒരു സന്തോഷം, ആത്മസംതൃപ്തി കണ്ടെത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അല്ലാതെ ഒരു തൊഴിലെന്ന നിലയിൽ, ഒരു പ്രൊജക്റ്റ് എന്ന നിലയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യാവുന്ന ഒരു പ്രവൃത്തി എന്ന നിലയിലല്ല ചെയ്തത്. അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ തൃപ്തി കണ്ടെത്താൻ കഴിയില്ല. ഒരേതരം ജോലി എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നാൽ ഒരുപക്ഷെ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടും. ഈ ക്രിയേറ്റിവിറ്റിയിൽ ഏറ്റവും വേണ്ടത് നമുക്ക് ഈ ആഹ്ലാദമാണ്. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് വേണമെങ്കിൽ ആടുജീവിതം എഴുതിയതിനു ശേഷം ആടുജീവിതം പോലെ മറ്റൊരു സമാനമായ കഥ എഴുതി ജനങ്ങളുടെ ഇടയിലേക്ക് വരാം. അതല്ല വേണ്ടത് എന്ന് തീരുമാനിക്കുകയും പുതിയ കഥാസന്ദർഭങ്ങൾ, പുതിയ കഥാപാത്രങ്ങൾ, പുതിയ പറച്ചിൽ രീതി, ഇതൊക്കെ കണ്ടെത്തുമ്പോഴാണ് ഞാൻ എഴുത്തുകാരനായി നിൽക്കുന്നുവെന്ന് തോന്നുകയും എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് വെല്ലുവിളി നൽകുന്നുവെന്ന് തോന്നുകയും ചെയ്യുന്നത്. അതിനുവേണ്ടിയാണോ, ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ പ്രാവശ്യവും നമ്മൾ പുതിയ പുതിയ കഥാഭൂമിയിലേക്കും കഥാസന്ദർഭങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ മഞ്ഞവെയിലാണെങ്കിൽ 2 കഥാപാത്രങ്ങളാണ് ഒരേ സമയം പറയുന്നത്. മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, അല്ലറബിൻ നോവൽ ഫാക്ടറിയിലേക്ക് വരുമ്പോൾ 2 പുസ്തകങ്ങളാണ് ഒരേ വിഷയത്തെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഇപ്പോൾ തരകൻസ്കന്ധവരി കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ പരീക്ഷണാത്മകമായ നോവലാണ്. മലയാളത്തിൽ ഇതുവരെയും വന്നിട്ടില്ല. ഏതാണ്ട് 120 കാർഡുകളിലായി ചിതറിക്കിടക്കുന്ന ഒരു കഥ. ആ കഥ എങ്ങനെ പൂരിപ്പിക്കണമെന്ന് വായനക്കാരനാണ് നിശ്ചയിക്കേണ്ടത്. എല്ലായ്പ്പോഴും നമ്മളൊരു പുസ്തകം കയ്യിലെടുക്കുമ്പോൾ അതിൻ്റെ തുടക്കം എന്തായിരിക്കണം, അത് ഏത് ക്രമത്തിൽ വായിക്കണം, എവിടെ വെച്ചാണ് സസ്പെൻസ് പൊളിയേണ്ടത്, എവിടെ വെച്ചാണ് കഥാപാത്രങ്ങൾ റിവീൽ ചെയ്യേണ്ടത് എന്ന അതിൻ്റെ ഒരു അധികാരി എന്ന നിലയിൽ എഴുത്തുകാരൻ അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ വായിക്കുന്നുവെന്ന് പറയുമ്പോലും എഴുത്തുകാരനാണ് ഈ ക്രമം മുഴുവൻ നിശ്ചയിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്നത്. പക്ഷേ അതിനെ പൊളിക്കുകയാണ് യഥാർത്ഥത്തിൽ തരകൻസ്കന്ധവരി ചെയ്യുന്നത്. ഏത് കാർഡ് വായിക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്, ഏത് ക്രമത്തിൽ കഥയെ മനസ്സിലാക്കിയെടുക്കണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ അധികാരം മുഴുവൻ നിങ്ങളിലേക്ക് കൈവിട്ട് തരുന്ന ഒരു പുതിയ പരീക്ഷണം എന്ന നിലയിലാണ്. എല്ലാവർക്കും രസിച്ചു എന്ന് വരികയില്ല. ഇതൊക്കെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ഈ സാധനത്തേക്ക് ഒപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അതൊരു ആയിക്കോട്ടെ പോരെ എന്ന് പറയുന്നത്. അതൊരു ജിക്സോ പിസിൽ പൂർത്തിയാക്കുന്നത് പോലെയാണ്. അവിടുന്ന് ഇവിടുന്ന് എല്ലാം പറക്കി വെച്ച് ആ 120 കാർഡുകളും വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കഥ അറിയാതെ രൂപപ്പെടുന്ന ഒരു രചനാ രീതി. അങ്ങനെ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് കൂടിയാണ് സർഗാത്മകത എന്നും എന്നെ തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള വഴിയെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ പുതിയ തരത്തിലുള്ള രചനകളിലേക്ക് ഇറങ്ങി വരുന്നത്. നമ്മൾ സാധാരണ എഴുത്തിനെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യം, വൺസ് ഒരു ബുക്ക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എഴുത്തുകാരൻ അവിടെ ഇല്ല, ബർത്ത് ഓഫ് എൻ ഓതർ എന്ന് പറയും. അവിടെ ജനിക്കുന്നത് ഒരു വായനക്കാരനാണെന്ന് പറയും. അത് ഓക്കെ, എല്ലാ പുസ്തകവും തരുന്നുണ്ട്. പക്ഷേ ഇത് പിന്നെ വായനക്കാരന് വേണ്ടിയിട്ട് ഒരു പുസ്തകം എഴുതുകയാണ്, നിങ്ങളൊരു എഴുത്തുകാരനായി മാറും, അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചയിക്കൂ എന്നുള്ളത്. ഈ ഒരു ഐഡിയ അതൊരു ബോക്സ് ആക്കി മാറ്റണം. ആ ഒരു പുസ്തകം 120 കാർഡുകൾ ആക്കി മാറ്റണം. ഇതൊക്കെ എങ്ങനെയാണ് സാർ, എങ്ങനെയാണ് അത് വർക്കൗട്ടായി തരകൻസ്കന്ധവരിയായി മാറിയത്? അല്ല, ഇംഗ്ലീഷിലൊക്കെ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് സമാനമായി. പക്ഷേ ഈ കാർഡുകളായിട്ടല്ല, ഒരു 6 ഭാഗങ്ങളായിട്ട് വരുന്ന ഒരു പുസ്തകമുണ്ട്. അപ്പോൾ അതിനകത്ത് ആദ്യവും അവസാനവും ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് ഇതാണ്,
അവസാനത്തെ പാർട്ട് ഇതാണ്. പക്ഷേ ഇടയ്ക്കുള്ള 4 പാർട്ട് ഷിഫ്റ്റ് ചെയ്ത് വായിക്കാം. അതിനെയാണ് ഞാൻ കുറേ കൂടി വിലപ്പെടുത്തിയിട്ട് അങ്ങനെയല്ല 120 കാർഡുകളിലും വ്യത്യസ്തമായിരിക്കണം, ആദ്യം ഒന്നും എഴുത്തുകാരൻ നിശ്ചയിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു തോന്നലിലേക്ക് എത്തുകയും അതിനെ എങ്ങനെ സഫലീകരിക്കാമെന്നുള്ള പലതരത്തിലുള്ള ആലോചനയിലാണ് ബോക്സായിട്ടും കാർഡായിട്ടും ഒക്കെ ചെയ്തത്. അത് പിന്നെ പ്രസാധകരുടെ ഒരു പിന്തുണയും ചർച്ചയും ഒക്കെ ഉണ്ടായിട്ടാണ് അത് രൂപീകരിച്ചത്. നമ്മുടെ ഉള്ളിലൊരു ആശയം വന്നാൽ പിന്നെ നമുക്കതിനെ സാക്ഷാത്കരിക്കാനുള്ള വഴികൾ എല്ലാം നമ്മൾ തേടുകയും അത് ചെയ്യാനുള്ള കാലം നമ്മളിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ ആ തരകൻസ് ഗ്രന്ഥവരി എന്ന ടൈറ്റിൽ വായിക്കുമ്പോൾ പോലും ഇതിങ്ങനൊരു പുസ്തകമാണ്, ഈ 120 കാർഡുകൾ ഉണ്ടെന്നോ ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് ഒരു മിസ്റ്റീരിയസ് സംഭവം ഫീൽ ചെയ്യും. അതിന്റെ ഫോണ്ടിന്റെ ഒരു ബലമാണോ അത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളത് വായിക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു മിസ്റ്റേക്ക്, എന്തോ ഒരു നിഗൂഢത ആ ടൈറ്റിലിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ സാർ, ആ ടൈറ്റിലിനെ കുറിച്ചൊന്ന് പറയൂ. ടൈറ്റിൽ വളരെ അധികം കഷ്ടപ്പെട്ടാണ് കണ്ടുപിടിച്ചത്. ഈ ഗ്രന്ഥവരി എന്ന് പറയുന്നത് പലപ്പോഴും നേരത്തെ പല ഇടങ്ങളിലും ഇപ്പം നിരണം ഗ്രന്ഥവരി എന്നൊക്കെ പറയുന്ന ചരിത്ര പുസ്തകങ്ങൾ ഒക്കെ ഉണ്ട്. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഗ്രന്ഥവരി എന്ന് പറയുന്നത്. അതായത് ചരിത്രത്തെ പല രീതിയിൽ അടുക്കി വെച്ചിരിക്കുന്ന സാധനം എന്ന നിലയിൽ. അപ്പോൾ ഈ തരകൻസിൻ്റെ ജീവിതത്തെക്കുറിച്ച്, തരകൻ എന്ന് പറയുന്ന കഥാപാത്രവും ഒക്കെ വളരെ കുറച്ചേ അതിൽ വരുന്നുണ്ടെങ്കിൽ പോലും തരകന്മാരുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിഗൂഢമായൊരു കണ്ടെത്തലാണത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു, അതുകൊണ്ടാണ് ആ തരകൻസ് ഗ്രന്ഥവരി എന്ന് പറയുന്നത്. ഫോണ്ട് ചൂസ് ചെയ്തതും അത് മൊത്തം ഡിസൈൻ ചെയ്തതും കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഡിസൈനറും കലാകാരനും ഒക്കെ ആയിട്ടുള്ള സൈനുലാബിദാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ആശയത്തിലാണ് ആ ഫോണ്ടും കാര്യങ്ങളും ബോക്സും കാർഡിൻ്റെ രൂപവും ഒക്കെ വന്നത്. ഞാൻ പറഞ്ഞത്, ഒരു പുസ്തകം നമ്മൾ എഴുതുമ്പോഴോ പുറത്തു വരുമ്പോഴോ അത് എഴുത്തുകാരൻ്റേത് മാത്രമല്ല, പലതരത്തിലുള്ള ആളുകളുടെ ക്രിയേറ്റീവായ സപ്പോർട്ട് കൊണ്ട് കൂടിയാണ് നമ്മൾ ആ പുസ്തകം പുറത്തു കൊണ്ടുവരുന്നത്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങളെ അതിനെ സാക്ഷാത്കരിക്കുകയാണ്. ഇപ്പോൾ സിനിമ പുറത്തു കൊണ്ടുവരുന്നത് ഒരിക്കലും ഒരു സംവിധായകൻ്റെ മാത്രം കഴിവിലല്ല. അതിൻ്റെ പിന്നിൽ സംവിധായം കൊടുക്കുന്ന ചില ആശയങ്ങളുടെ ബലത്തിൽ അഭിനേതാക്കളുണ്ട്, കലാസംവിധായകരുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, സംഗീത സംവിധായകരുണ്ട്, പാട്ടെഴുത്തുകാരുണ്ട്. ഇതെല്ലാം കൂടി ചേരുന്നതാണ് എന്ന് പറയുന്നത് പോലെ ഒരു പുസ്തകത്തിൻ്റെ പിന്നിലും ഇത്തരത്തിലുള്ള ധാരാളം ആളുകളുണ്ട്. ഇതൊന്നുമില്ലാതെ ഒരു പുസ്തകത്തിൽ പോലും നമ്മൾ ധാരാളം ആൾക്കാരുടെ നിന്ന് അറിവുകൾ ശേഖരിക്കുകയും പലരെ കണ്ടുമുട്ടുകയും പലരുടെയും സഹായം തേടുകയും ഒക്കെ ചെയ്തിട്ടാണ് നമ്മളൊരു പുസ്തകം ചെയ്യുന്നത്. അപ്പം പേര് ഒരാളുടേതാണെങ്കിൽ പോലും ധാരാളം ആൾക്കാരുടെ ക്രിയേറ്റീവ് ഐഡിയയും സഹായവും സഹകരണവും ഒക്കെ കൊണ്ടാണ് ഒരു നല്ല പുസ്തകം നമുക്ക് പുറത്തിറക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സാർ, ഇപ്പോൾ എഴുതിയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളൊരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ നമ്മളാണ് എന്ന് തോന്നില്ലേ ചില കഥാപാത്രങ്ങൾ, ചില പുസ്തകങ്ങൾ വായിക്കുമ്പോഴത്തേക്ക്. ഇപ്പോൾ എനിക്ക് നജീബായിട്ട് സാറിനെ തോന്നിയുള്ളൂ. എനിക്ക് മറ്റൊരാളെ വായിക്കുമ്പോഴാണെങ്കിലും സിനിമ കാണുമ്പോഴാണെങ്കിലും എനിക്കത് പറ്റുന്നുണ്ടായിരുന്നില്ല. സിനിമ കണ്ടതിന് ശേഷം ഒന്നുകൂടെ ആ നോവലിരുന്ന് വായിച്ചയാളാണ് ഞാൻ. അപ്പോൾ ഏറ്റവും റിലേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടോ, ഇത് ഞാനാണ്, ഇതാണ് ഒരു പക്ഷേ മാന്തലിൻ്റെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന നോവലിലെ കഥ പറയുന്ന മോഹൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ചെറിയ കുട്ടി. അപ്പോൾ അതാണ് കൂടുതൽ എന്നോട് ചേർന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ വീടിൻ്റെ കഥയാണ്, എൻ്റെ നാടിൻ്റെ കഥയാണ്, എൻ്റെ കുടുംബത്തിൻ്റെ കഥയാണ്, ഞങ്ങളുടെ പള്ളിയുടെ കഥയാണ്. അങ്ങനെയൊക്കെ പലതരത്തിൽ ഞാനുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന, എൻ്റെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന ഒരു നോവലാണ്. അതിലെ കഥാപാത്രങ്ങൾ എൻ്റെ വീട്ടിലുള്ളവരാണ്, അതിലെ കഥാപാത്രങ്ങൾ ബഹുഭൂരിപക്ഷവും എൻ്റെ നാട്ടുകാരാണ്. അങ്ങനെ ഒരു കഥാസന്ദർഭം സൃഷ്ടിക്കുമ്പോൾ അതിനോട് വല്ലാത്ത ഒരു അടുപ്പമുണ്ട്. ആ കഥാപാത്രമായിരിക്കും ഒരു പക്ഷേ എൻ്റെ ആത്മാംശം ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം മോഹനെ ഇനി വായിക്കാൻ ഒന്ന് നോക്കി വെച്ചിട്ട് വായിക്കുക. അത് നിങ്ങൾ കാണുന്നത്, വായിക്കുന്നത്, അറിയുന്നത് ബെന്യാമിനെ തന്നെയാണ്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ നമ്മൾ എഴുതാനിരിക്കുന്ന സമയത്ത് ചില എഴുത്തുകാർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഒരു 2 മണി 3 മണി നേരമൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായും എഴുത്ത് താനേ വരുന്നൊരു പ്രക്രിയ നടത്തും. ഇതിന് ഇങ്ങനൊരു സമയമുണ്ടോ എഴുതാൻ? എന്നെ സംബന്ധിച്ച് എഴുതാൻ അങ്ങനെ ഒരു സമയമില്ല. നമ്മൾ പല തരത്തിൽ സഞ്ചരിക്കുമ്പോൾ, ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാഴ്ച കാണുമ്പോൾ ഒക്കെ ആയിരിക്കും എഴുത്തിന് വേണ്ട ചില മെറ്റീരിയൽസ് നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉണർവ് പോലെ നമ്മുടെ മുമ്പിലുണ്ടാവുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴായിരിക്കും ഈ കഥാസന്ദർഭം ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത ഇതിനുണ്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ അത് പോയിരുന്ന് എഴുതുക എന്ന് പറയുന്ന അതാണ് യഥാർത്ഥത്തിൽ
നമ്മൾ ചെയ്യുന്നത്. സത്യത്തിൽ കഥയുണ്ടാവുന്നത് പലപ്പോഴും നമ്മൾ പലയിടങ്ങളിൽ സഞ്ചരിക്കുമ്പോഴോ മനുഷ്യരെ കാണുമ്പോഴോ ഒക്കെയാണ്. അല്ലാതെ ഒറ്റയ്ക്കിരുന്ന് രാവിലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന നല്ല കഥ എന്ന് പറയാം. ഇങ്ങനെ പല കാലങ്ങളിൽ പല സമയങ്ങളിൽ ഉണ്ടാകുന്ന സാധനത്തെ നമ്മൾ ഡയറിയിലൊക്കെ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ എന്താണ് വർക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കണം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് മാത്രമാണ് നമുക്ക് സമയം യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത്. അല്ലാതെ സമയം എന്ന് പറയുന്നതൊക്കെ ഈ ജനക്കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോഴും സാഹിത്യ സമ്മേളനത്തിന് പോകുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമ്മളുടെ ഉള്ളിൽ പലതരത്തിൽ ആശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രത്യേക നിമിഷമൊന്നുമില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഒരു കട്ട കാപ്പി ഇട്ട് അപ്പോൾ തന്നെ ലാപ്ടോപ്പിലാണ് എഴുതുന്നത്. ലാപ്ടോപ്പ് തുറന്ന് വെച്ചാൽ രാത്രി വരെയും ലാപ്ടോപ്പ് തുറന്ന് ഇരിക്കുകയും ഇടയ്ക്കൊക്കെ വന്ന് അതിന് മുമ്പിൽ നേരത്തെ കിട്ടിയ ചില ആശയങ്ങൾ ചെറിയ ചെറിയ പകർത്തി വെക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ കഥാസൂചനയെ കുറേ കൂടി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയും അതിങ്ങനെ ദീർഘകാലം കൊണ്ട് പരുവപ്പെട്ടു വരികയൊക്കെ ചെയ്യുന്നതാണ്. ഒരിക്കലും എൻ്റെ എഴുത്ത് ലീനിയർ അല്ല. ഇപ്പോൾ ആടുജീവിതം എഴുതിയത് ഒന്നാമത്തെ അധ്യായം പിന്നെ രണ്ടാമത്തെ അധ്യായം അങ്ങനെയല്ല. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ എഴുതുകയും പല കഥാസന്ദർഭങ്ങൾ പലയിടങ്ങളിൽ നിന്ന് കിട്ടുകയും പിന്നീട് അതിനെ കൂട്ടി യോജിപ്പിക്കുകയും അതിൻ്റെ ക്രമം ഉണ്ടാക്കുകയും അതിനെ ആ ക്രമത്തിൽ അടുക്കി വെക്കുകയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ലീനിയറായ ഒരു എഴുത്തേ അല്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക നിമിഷം വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഈ വെളുപ്പിനെ സമയമൊക്കെ പറയുന്നത് പലപ്പോഴും മറ്റാരുടെയും എന്തെങ്കിൽ ഇതില്ലാത്ത ഫോൺ വിളികളില്ലാത്ത കുറച്ച് സമയം നമുക്ക് കിട്ടും. കുറച്ച് ഫ്രീ ടൈം വേണമല്ലോ. ഈ ആശയങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട്, അതെല്ലാം നമ്മൾ ഡയറിയിൽ കുറിച്ച് വെച്ചു. പക്ഷേ അതിനെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനും എഴുതാനും ഒക്കെ വേണ്ട സമയത്തിന് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ പലരും അങ്ങനെ പറയുന്നത്. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. എപ്പോൾ ഇരുന്നാലും